ഉണ്ടാക്കിയിട്ടുണ്ട്. 500 ചീട്ടുണ്ട് ഗൈസ്. 500 കൂടുതൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പല പാക്കറ്റ് ചീട്ടുണ്ട്, പല നിറത്തിലുള്ള ചീട്ട്. ഇതുണ്ട് ഇതൊരു ചീട്ട്, ഇതൊരു ചീട്ട്, ഇതും ഒരു ചീട്ട്. കണ്ടോ? ഞാൻ ക്യാമറ പിടിക്കണം. ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ വേണം, പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഞാൻ ഈ സൈഡിൽ നിന്ന് ചുമ്മാ വെച്ചങ്ങ് പോവാം. ഫോണും പിടിച്ചോണ്ടാണ് ഞാൻ വെക്കുന്നത്. സൂക്ഷിക്കുന്ന വെച്ചിട്ട് ഇല്ലെങ്കിൽ ഫുള്ള് ഫ്ലോപ്പാക്കി. ഞാൻ ഫോണിലേക്കല്ല നോക്കുന്നത്, പുറത്തേക്കാ നോക്കുന്നത്. പോയാൽ നമുക്ക് കുഴപ്പമില്ല ഗൈസ്. കാരണം വീണ്ടും ഉണ്ടാക്കുന്ന സാധനമല്ലേ, എത്ര പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റും. നാളെ നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ ഓഫായി പോയത്. അതുകൊണ്ടാ ഇത്രയും പാതിന്ന് തുടങ്ങിയത് അല്ലടാ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും തുടങ്ങേണ്ടി വരില്ലായിരുന്നു. ഞാനിപ്പോ ഇവിടെ വളവ് വരുവാണ് ഗൈസ്. വളവാകുമ്പോ സൂക്ഷിക്കണം. ഞാനങ്ങോട്ട് വളയ്ക്കുക. കുറച്ച് ചീറ്റിങ് എടുത്തു. ക്യൂവന്മാര് ചതിക്കും. അതെന്താടാ? ക്യാമറ ഹോൾഡർ ഉണ്ടായിരുന്നെങ്കിൽ വെക്കായിരുന്നു അല്ലേ? ശരി, നീ പോയി എടുത്തിട്ട്. ക്യാമറ ഹോൾഡർ ആകുമ്പോ പിടിക്കണ്ടല്ലോ. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ ശരിയാവുമല്ലോ. വീഡിയോ എടുക്കുകയും ചെയ്യണം, അതിൻ്റെ കൂടെ ചീട്ടും വെക്കണം. ഒത്തിരി പണിയുണ്ട് ഗൈസ്. നമുക്ക് തട്ടിയിട്ടാലോ? നമ്മുടെ ജോപ്പൻ എത്തിയിട്ടുണ്ട്. അവൻ പുറത്തേക്ക് പോയി. ക്യാമറയുടെ ഹോൾഡർ എടുക്കാൻ മറന്നുപോയി. അവൻ അമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്ന് ഹോൾഡർ എടുക്കാൻ മറന്നുപോയി. ഇവിടെ എല്ലാവരും ജലദോഷമാണ് ഗൈസ്. അതന്നെ. ക്യാമറ ഹോൾഡർ എടുക്കാം. ഗൈസ്, ആദ്യം ഞാൻ പറഞ്ഞാൽ ശരിയല്ല കേട്ടോ. ഇത് തീർന്നുകൊണ്ട് പുതിയതെടുക്കാൻ ഞങ്ങൾ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടില്ല. സോ ഇത് എൻ്റെ കസിൻ തന്ന പുതിയ സാധനമാണ്. നമുക്കിപ്പോൾ ക്യാമറ ആ സൈഡിലേക്ക് അല്ല, ക്യാമറ തിരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ ഇരുന്നില്ല അല്ലേ? ജസ്റ്റ് ഈ സൈഡിൽ അപ്പോൾ ഒന്ന് മൊബൈലോടെ പിടിച്ച ക്യാമറ ഒന്ന് പിടിച്ച് വീഡിയോ ഓഫായി പോകാൻ നോക്കണേ. ഇങ്ങോട്ട് വെക്ക്. അയ്യോ, എൻ്റെ കയ്യിൽ പോയി. വെക്ക്. ഞാൻ വെള്ളം വെക്ക്. ക്യാമറ ഹോൾഡർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. വെയിറ്റ് ആയിട്ടൊന്നും വേണ്ട, അത് ഇരിക്കുന്നുണ്ട്. ഇത്തിരി പൊക്കി വെക്കാൻ എനിക്ക് തോന്നുന്നു, കാരണം ഇത്തിരി പണിയുണ്ട്. വെയിറ്റ് ആയിട്ടൊന്നും വേണ്ട, അത് ഇരുപത് ഈ ബുക്കിനൊന്നും വെയിറ്റ് ഇല്ല. നമുക്ക് ഇങ്ങനെ വയ്ക്കാം അല്ലേ? ഇതൊക്കെ ഉണ്ടാവല്ലോ. ഓക്കെ, ജോബിൻ്റെ കേസ് കൂടി കിട്ടാൻ വേണ്ടി ക്യാമറ ഫ്രണ്ടിലും ഉണ്ടായിരിക്കും. അവിടെ ആ കസ്റ്റഡിയുടെ ഫ്രണ്ടിൽ കൊണ്ടായിരിക്കും. അവിടെ ചീട്ടൊക്കെ രണ്ട് സൈഡിൽ നിന്ന് പോരുന്നത് കാണണം. രണ്ട് സൈഡ് കാണാൻ എന്നെ കാണാവുന്ന പോലെ ഞാൻ ഇങ്ങോട്ട് ഇന്നത് കാണത്തില്ല. നിന്റെ കാലി കാണാം. ഇങ്ങോട്ട് നിന്റെ ക്യാമറയുടെ വഴിയാണ്. ഞാൻ അങ്ങോട്ട് തിരിച്ചു വെക്കട്ടെ. ഇത് ചെയ്യുമ്പോൾ നീ
എനിക്ക് വിശ്വാസമില്ല ഇത് മറിഞ്ഞു വീഴുമെന്ന്. നീ തന്നെ ചെയ്തോ. ഞാൻ വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. അയ്യോ ഞാൻ കൂടെ കാണിക്കാൻ വേണ്ടി ഒത്തിരി നീളം ചെയ്യണം. ഫുള്ള് ചെയ്തേക്കാം. ഫുള്ളാ? യെസ്. ആ വഴി ഇത് ഈ ചീട്ട് ചെയ്തോ. ഈ വഴി ഇത്ര മതി. ഈ ചീട്ട് കൂടി എടുത്തോ. ഇത്രയാണ് നമ്മുടെ ഇത് ചെയ്യാം. ഇനി ഒരു 300 എണ്ണം കൂടെ കാണും. യെസ്. സാധാരണ ചെയ്യുമ്പോൾ ഇത്ര സമയം എടുക്കുന്നില്ല. എന്തൊരു സാധാരണക്കാരെ സമയം എടുക്കുന്ന വീഡിയോ എടുക്കുന്നതാണെന്ന് എനിക്ക് സംശയം. ഞാൻ ഫോൺ നേരത്തെ പിടിക്കട്ടെ. അവളെ കൂടെ ഞാൻ 2 വഴിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ അടുപ്പിച്ചടിച്ചുകൊണ്ടുതന്നെ ദൂരം ഉണ്ടാക്കുന്നില്ല തൽക്കാലം. സ്പ്ലിറ്റ് ചെയ്താൽ ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയാവോ ഇതൊക്കെ കാണുമ്പോൾ. 2ആയിട്ട് വീണ്ടും അവൾ മാറ്റുവാണ്. ഞാനിങ്ങനെ 2ആയിട്ട് തിരിക്കുക. ഇപ്പം ആ നടുവിൽ നമ്മളിപ്പം ചെയ്ത പോലെ. ഞങ്ങൾക്ക് കുറച്ചുകൂടി നീളമാക്കിയിട്ട് നമ്മൾ നിർത്തിയാലോടാ. ഇതിപ്പോ ഒന്ന് ചെയ്യാം. ഈ ലൈനിലേക്ക് കണക്ട് ചെയ്ത് നീ 2 കൂടി കൊണ്ടുപോകാൻ പ്രയാസമാണ്. എന്നാൽ 2 എണ്ണം കൂടെ മുട്ടിക്ക് ഒരുമിച്ച് ആക്കി 1 എണ്ണം ആക്കി കൊണ്ടുപോകാം. എന്നിട്ട് ആ സൈഡിൽ നിന്നുണ്ട് ഈ സൈഡിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ സൈഡിൽ കൊണ്ടുവരാം. ഇവിടുന്ന് ചെയ്യാനാണ് പ്ലാനിങ്. ഇതൊക്കെയാണോ ആവോ. പോയാലേ ഗൈസ്. അല്ലെങ്കിൽ ഇതങ്ങ് മറിച്ചിട്ടേക്കാം. ഇപ്പം എനിക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ജനസിലൂടെ പൊക്കിയിട്ട് എന്നിട്ട് നേരെ മറിച്ചിടുന്ന നമ്പർ കുഴപ്പമില്ലല്ലേടാ. മറിച്ചിടുന്ന ഒരു കുഴപ്പമുള്ള കാര്യം റിയലി. അതുകൊണ്ട് ഈ പാർട്ട് കൂടി ബാക്കി ചെയ്യുമോ? ചെയ്യാം. പെട്ടെന്ന് തീർക്കട്ടെ. അത് ചൂടി അതിൻ്റെ പകുതി ചീറ്റ് എടുത്തോണ്ട് വന്നാൽ മതി. ചീറ്റ് കൊടുത്തേക്കാം. ഇനി ഞാൻ അങ്ങോട്ട് മാറി വീഡിയോ എടുക്കാം. നമ്മൾ പൊരിക്കാനും കിച്ചനും ഏതോ വൈ പോലെ ഉണ്ട്. പകുതി പാകം കിടക്കണം. വലിയ മോശം. ശ്രദ്ധിച്ച് കണ്ട സൈഡിസ്റ്റിനെ പോലെയാണ് നമ്മൾ നമുക്ക് ചെയ്യുന്നത്. സൈഡിസ്റ്റ് ഇതിനെ സൂക്ഷിച്ച് ചെയ്യുന്നത്. ചീട്ടുകളൊക്കെ തന്നെ നോക്കിയാൽ നമ്മുടെ റോട്ടിലെ കാലും കൈയും മാത്രമേ കാണത്തുള്ളൂ. തല കാണത്തില്ല. ഇപ്പം അത് 2ആയിട്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ. ഇത് അത്ര നീളം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് തട്ടാം. ഓക്കെ. നീ 2ആയിട്ട് കൊണ്ടുപോകാതെ എവിടെയാണ്? അതേ തട്ടിപ്പോ. ഞാൻ അങ്ങോട്ട് വരാമോ? നിങ്ങൾ മാറിക്കേ. യാത്ര നടത്തണമെന്ന് പോയിട്ടുണ്ട്. നമുക്ക് ആ സമയത്തിന് ചെയ്യാം. അവിടെ നിന്ന് മറിഞ്ഞ് ഇവിടെ വരും. ഓക്കെ. നിങ്ങൾക്കൊരു സർപ്രൈസ് തരട്ടെ. സർപ്രൈസ് ആക്കി ഇഷ്ടപ്പെട്ടു നിങ്ങൾ നോക്കില്ല. കാരണം ചീത്തല്ലേ വീഴിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് വേണ്ട ഫീലിംഗ് തോന്നൂലല്ലോ.
പാപ്പനെന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഒത്തിരി നേരമായല്ലോ പോട്ടെ. ഞാനൊന്ന് തിരക്കിട്ട് വരാം ഗൈസ്. വീഡിയോ ഞാൻ 1 മിനിറ്റത്തേക്ക് ജസ്റ്റ് ഗൈസ് ഞാൻ വരുന്നത് ഓപ്പണിങ് ചെറുതായിട്ടൊരു വയറുവേദനയും ഛർദിയൊക്കെ വരുന്നുണ്ട്. സോ ഗൈസ് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ട് ഇത് തട്ടിയിടാം. ജോപ്പനിപ്പോൾ വരില്ല, അവൻ കിടക്കാൻ പോയി. സോ ഞാൻ ക്യാമറ ഹോൾഡറിൽ നിന്ന് ക്യാമറ എടുക്കാൻ പോവാണ്. ഇത് വെച്ചിട്ട് ലാസ്റ്റ് ഈ ചീടെല്ലാം മാറ്റാം. ചെയറിലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇത് ഇത്തിരി ബോക്സ് കൊടുക്കാം. ഇങ്ങനെ വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഹോൾഡറിൽ നിന്ന് എടുക്കാൻ പോകുന്നതാണ്. ക്യാമറ ഹോൾഡറിൽ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഗൈസ് ഇതൊരുമാതിരി സാധനം ഇത് ഇങ്ങനെ ഒരു വരം കൂടി വെച്ചിരിക്കുന്ന സാധനമാണല്ലോ. എന്താണെന്ന് എനിക്കറിയൂടാ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.